ഹലോ വൈസ് ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്നപ്പോൾ പുതിയ ഗെയിമാണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു ബിസിനസ് കൂടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ കബാബ് ഷോപ്പാണ്, കബാബ് സിമുലേറ്റർ. അപ്പോൾ ഇന്നാണ് അച്ഛൻ കട തരാൻ തന്നിട്ടുണ്ട്, ചാവി തരാൻ തന്നിട്ടുണ്ട്. കടയിൽ പോയിട്ട് നോക്കണം എങ്ങനെ ഉണ്ടാന്നൊക്കെ. അപ്പം അച്ഛൻ്റെ തന്നെ ചാവി എനിക്ക് അച്ചവിടെ കാത്തിക്കുന്നുണ്ട്. ആ വന്നില്ല ഡാഡി ഡാഡി. സുഖമല്ല മോനെ. സുഖണച്ചാ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മോൻ അറിയാമോ? ഇല്ല. അറിയാം. ആ, ചാവി ഈ കാണുന്ന കട ഇനി മോന്റെയാണ്. മോൻ ഇനി ഇത് പൊന്നു പോലെ നോക്കണം. തീർച്ചയായും. ചെറുതായിട്ടൊരു പേഷ്യൻസ് കുറവുണ്ട്. ആരും കീ പിടിച്ചോളൂ, പെണ്ണുങ്ങളൊന്നും നോക്കല്ലേ. ഇല്ല ചാവിടാ. ചാവി 360 തിരിയോ? ഇല്ല. ഓക്കെ കേറിക്കോട്ടെ. വലതുകാല് വെച്ച് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കേറി. ഒരാള് പോകുന്നില്ല. ബിരിയാണിക്ക് റഷീദിക്കാടെ നിക്ക്, ആള് കയറാൻ നിക്കുന്നുണ്ട്. ചൂടാവല്ലേ? ഉയ്യോ 3 ആളായ. ഇല്ല പ്രശ്നമില്ല. കുടുങ്ങിയേട്ടാ. ആ ലൈറ്റ് ഓണാക്കല്ലേ? ഓക്കെ അച്ഛ ഇതാണോ കട? ആകെ ഒരു അലങ്കോലമായിട്ട് കിടക്കുന്നല്ലോ മോനെ. അത് ഞാൻ അച്ഛനോടല്ലേ അച്ഛാ ചോദിക്കണ്ടേ? ഡാഡ് എന്താ ഡാഡ്? മോനെ ഇതൊക്കെ ഒന്ന് പെറുക്കി ആ തറയൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കോ മോനെ. ആ മോനെ അറിയാലോ എന്റെ മുട്ടിനൊക്കെ ഭയങ്കര വേദനയില്ലേ മോനെ. പണിയാണെന്താണല്ലേ ഡാഡ്? എന്താ ഡാഡ്? മോനെ ആ വേസ്റ്റ് ചപ്പും ചവറും എല്ലാം അങ്ങ് പെറുക്കാം കേട്ടോ. ഡാഡിന്റെ കട തന്നെ ഇരുന്നില്ലേ? വർഷങ്ങളായില്ലേ മോനെ. എത്ര വർഷമായി? 7 വർഷം. ആണല്ലേ? അന്ന് വൃത്തിയായിട്ട് തുടക്കണേ. അവിടെ കറയൊക്കെ ഉണ്ടല്ലോ മോനെ. അവിടെ എന്താ വൃത്തിയായില്ലല്ലോ. തിളങ്ങുന്നുണ്ടല്ലേ ഇത്? ബബിൾസ് പോന്നു. അവിടെ കൂടെ തുടച്ച് വേണ്ട കേട്ടോ. എടുത്ത് കളഞ്ഞേര് കേട്ടോ. കണ്ടല്ലേ? ഒന്നും അറിയില്ലേ? ഒരു ട്രാഷ് ഒരെണ്ണം ഇവിടെ ഉള്ളു. തീർന്നു. ഗുഡ് ജോബ്. മോനെ എപ്പോഴും ഇത് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം കേട്ടോ. ഇനി ആ ഫ്ലോറൊക്കെ ഒന്ന് മാറ്റി തരാം. ആ ഭിത്തിയല്ല പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന ഭിത്തിയൊക്കെ കണ്ടോ? കാശ് അക്കൗണ്ടിലുണ്ടല്ലോ. ആരത്? മോന്റെ അക്കൗണ്ടില്. കട മാത്രമേ ഉള്ളൂ. സെയിം പെയിന്റ് അടിക്കണല്ലേ? സെയിം പെയിന്റ് അടിക്കാം. കാണുമ്പോ ഒരു ഭംഗിയൊക്കെ കാണാം. എന്നെ അടിക്കണ്ട, അടിച്ചാൽ മതി കേട്ടോ. എന്തത്? അച്ഛനൊന്നും അങ്ങോട്ട് മുട്ടുവേദനയല്ലേ മോനെ? അപ്പൊ മുട്ടുമ്പോ അടിക്കട്ടെ ഞാൻ പെയിന്റ്? മുട്ടുവേദന അടിക്കാം, തറ അടിച്ചാൽ മതി കേട്ടോ. മോനെ ഒരെണ്ണം വിട്ടെന്ന് തോന്നുന്നു. അച്ഛൻ്റെ മോടി കയറുന്നിട്ട് തന്നെ കൊള്ളാമോനെ, സ്മൂത്ത് സാധനം. ഫർണിച്ചർ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയാൽ നല്ല ഭംഗിയായിരിക്കും. ആണല്ലേ? കാശ് അക്കൗണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. മാറ്റണ്ട, വിറ്റോണ്ട്. വിറ്റു, എല്ലാം വിറ്റു. ഒന്നുമില്ല അവിടെ. വരുന്നത് കണ്ടോ? കണ്ട്. ഇത് നമുക്കിനി പുതിയ ഫർണിച്ചർ വാങ്ങിക്കണം. വാങ്ങിക്കണല്ലേ? കാശുണ്ട്, വാങ്ങിച്ചോളൂ. അറിയാം. ചെറുത് വാങ്ങിക്കണം, വലുത് വാങ്ങിക്കണം? 2 ടേബിൾ ചെറുത്. നമുക്ക് ചെറുതിൽ നിന്ന് മുകളിലോട്ട് പോകണം. ഓക്കെ. കറുപ്പ് മതി. കറുപ്പാണോ മോൻ ഇഷ്ടം? പപ്പയുടെ മോന് കറുപ്പാണോ ഇഷ്ടം? അച്ഛൻ ടൈ ഒക്കെ ചെയ്യണം കേട്ടോ, നിറച്ച് എൻ്റെ മോനെ അടുപ്പിച്ചിരണ്ട. ഇല്ലല്ലേ, കേപ്പിട്ട് പോലെ വേണ്ട. ഒരു സിങ്ക്, ഒരു കൗണ്ടർ എവിടെ വെക്കോ? അങ്ങറ്റത്തും മൂലയ്ക്ക് കൊണ്ട് വെച്ചോളൂ. ഇവിടെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചെറുതേ വാങ്ങിക്കാനുള്ളേ. ചെറുത് വാങ്ങിക്കോളൂ. ചെറുത് ചെറുത് വാങ്ങിക്കാം. നല്ല ചെറുത്.
കാശ് എൻ്റെതല്ലേ, ഞാൻ വാങ്ങിക്കോളാം. ശരി. ഇനി എന്തൊരു എല്ലാം ഒരേ കളറായിരുന്നാൽ ഭംഗിയായിരിക്കും. എല്ലാം ഒരു കളറാ, ഒരു കുഴപ്പമില്ല. ഒരു വാങ്ങിക്കോ. കറുപ്പ്. ഇത് എങ്ങനെ വാങ്ങിയൊരു ഒരു കളർ അച്ഛ വരുന്നത്? എന്തൊരു ഭംഗിയായില്ലേ? ഓ ഒരു കിച്ചൺ സിങ്കും കൂടെ. നല്ല കാശ് കിട്ടുന്നുണ്ട് കേട്ടാ. മോന്റെ കടയല്ലേ, അയ്യോ വരാനുള്ളതല്ലേ. വെട്ടച്ചാ സ്ഥലല്ലേ അവിടെ. എന്ത് പറ്റി മോനെ? അവിടെ സ്ഥലമില്ലാന്ന് കാണിക്കുന്ന മോനെ പൊളിക്കും മോനെ. കുറച്ചങ്ങോട്ട് കയറ്റി വെച്ചാൽ എങ്ങനെ ഉണ്ടോ? കുറച്ചുകൂടെ കയറ്റി വെച്ചോളൂ. ആ ചില്ലിന്റെ അവിടെ വരെ ഇരിക്കട്ടെ, സ്പേസിന് ഫ്രിഡ്ജൊക്കെ വെക്കാനുള്ളതല്ലേ. ഓ ശരിയാണല്ലേ, നോക്കാം. സ്ഥലമില്ലെങ്കിൽ മാറ്റാം. എവിടെ ഇരുന്നത്? ആ സെറ്റ് അച്ഛാ, സെറ്റ് സെറ്റ്. പെർഫെക്ഷൻ. താങ്ക്സ്. അച്ഛന്റെ മോൻ തന്നെ. പക്ഷെ കളറ് പറയുന്നൊരു ഡൗട്ട്. അതെന്താ അച്ഛൻ ബ്രൗൺ? അതാ ഇനി എന്ത് ചെയ്യണോ? സ്റ്റേഷനറി സ്റ്റേഷനാ. മോനെ മീറ്റ് ഗ്രൈൻഡർ ഒരു ഗ്രില്ലും വാങ്ങി. ഞാൻ ഫാസ്റ്റാ. അച്ഛന്റെ മോൻ തന്നെ ഒരു ഗ്രില്ല്. ഇറച്ചിയൊക്കെ പൊരിക്കണ്ടായ. ഓ വേണം വേണം. കബാബ്. ഓ വെച്ച്. ഇനി ഒരു നൈഫ് റാക്കും ഒരു സ്പൈസ് റാക്കും കത്തിയൊക്കെ വെക്കണ്ടായി. മൂലയിലോട്ടങ്ങ് വെച്ചാൽ അല്ലേ? വേണ്ട, കൈമുറി അടുപ്പിക്ക് വെച്ചോളൂ, സിങ്കിന്റെ അടുത്ത്. കഴിക്കാൻ എളുപ്പമാണേ. ഓ ബുദ്ധിമാനാണല്ലോ. അത് കബാബിന്റെ അടുത്ത് കൊണ്ട് വെച്ചാൽ നല്ലതല്ലേ? ഏയ് നമുക്ക് കബാബിലോട്ടല്ലോ മിക്സ് ചെയ്യുന്നത് അല്ലല്ലോ. ആണോ? അല്ല 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 അല്ല, ഇവിടെ മതി, ഇവിടെ മതി. മോന്റെ കടയല്ലേ, മോൻ ചെയ്തോ. താങ്ക്സ്. ഇനി എന്ത് ചെയ്യണോ? ഇനി ഒരു സർവീസ് കൗണ്ടർ, ഒരു പ്ലേറ്റ് ക്യാബിനറ്റും മോനെ. സ്ഥലം വേണ്ടായോ? ഓ വേണം. സർവീസ് കൗണ്ടറിൽ. ഓ ബുഫേ ആക്കല്ലേ? ബുഫേ 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 നല്ലൊരു ഓപ്ഷനാണ്. താങ്ക് യു അച്ഛൻ. അവിടെ ഇരുന്നോട്ടെ. കബാബിന്റെ അപ്പുറത്ത് കൊണ്ട് വെക്കണം. വേണോ? ഇരുന്നോട്ടെ. അച്ഛൻ പറഞ്ഞ പിന്നെ ഒന്നുമില്ല. മോന്റെ ഇഷ്ടമാണ്. ഇല്ല കുഴപ്പമില്ല, അച്ഛനാണ് എൻ്റെ ദൈവം. എന്നാലും മോന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. ശരി വേണല്ലേ? അതോടെ ഇരുന്നട്ടെ. കഴുകാൻ ഇടക്കിടക്ക്. താങ്ക് യു അച്ഛൻ. അച്ഛൻ പറ എന്തിരി. മോനെ ഇനി നമുക്കൊരു കിച്ചൺ ടൂൾസ് ഒക്കെ വേണ്ടായോ? ഒരു കട നടത്തുമ്പോൾ ടൂൾസ് ഒക്കെ അനിവാര്യമായുള്ള സാധനങ്ങളല്ലേ? എവിടെ ഉണ്ട് കട? നമ്മുടെ തൊട്ടപ്പുറത്ത്. മറ്റേ സോമേട്ടന്റെ കട. സോമേട്ടന്റെ കടയുണ്ട്. ആണല്ലേ? നല്ലൊരു മനുഷ്യനാണ്. കാശ് കൊടുക്കണ്ടേ? കടം പറയാ. കാശ് കൊടുക്കണം മോനെ. കടം പറയല്ലോ. ഒന്നാമത്തെ ദിവസമല്ലേ കടം പറയല്ലോ. നോക്കട്ടെ ചിന്നമനല്ലേ, നോക്കട്ടെ. കിട്ടരാ. പോയിട്ടോ മോനെ. എന്താ? ഇത് തന്നെ സോമൻസ് മാർക്കറ്റ്. അതന്നെ തന്നെ. സോമേട്ടൻ ഇതൊരു സുഖല്ലേ? ഞാനും കൊറേ കാലമായിട്ടുള്ള കമ്പനിയാണ്. ആണല്ലേ? അടിപൊളി കുക്കാണ് കേട്ടോ. അതിനോ അതല്ലേ എനിക്ക് തന്നെ തന്നത്. അച്ഛനെക്കാട്ടും പൊളിയാണ്. സാധനങ്ങൾ ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ. ഓ താങ്ക് യു. എടുത്തോട്ടെ? എടുത്തു. പോട്ടെ എന്നാ. കാശൊക്കെ പിന്നെ തരാം. എന്തരാണ്? തൊട്ടപ്പുറത്താടല്ലേ? ആദ്യത്തെ കച്ചവടമാണ് ഇത്. ആദ്യത്തെ കച്ചവടത്തിൽ കടം പറയാൻ പാടില്ല. അയൽവാസിയാണെന്ന്. അച്ഛന്റെ കടയാണ്. അല്ല അച്ഛന്റെ മോനാണ്. അങ്ങനെ ചെയ്യരുത്. ഫസ്റ്റ് ദിവസല്ലേ? സ്ഥിരം സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടത്. ചാർക്കോലൊക്കെ ഉണ്ട്. കോംപ്ലിമെന്ററി. ഓ താങ്ക് യു. അച്ഛന്റെ പേരിൽ ഇത് കോംപ്ലിമെന്ററി. താങ്ക് യു. പോട്ടെ എന്നാ. അച്ഛനോട് വിശേഷം ചോദിക്കണേ. ഓ പറഞ്ഞേക്കാം. നിനശനോട് പറഞ്ഞേക്കാം. അല്ല ഡാഡിനോട് എന്തോരം പറഞ്ഞിരുന്നാ? എന്നാ പോട്ടെ. സത്യം തീർത്തിട്ടാണ് ഇത്. പോട്ടെ എന്നാ. ഓ അച്ഛാ വന്നു. മോനെ തിരിച്ചു വന്നോ? ഓ വന്നു. സോമേട്ട ശരിയില്ല. എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം. നമ്മളടുത്ത കളി കിട്ടിയാ? കടത്തിനിങ്ങ് വാങ്ങി.
കടം പറഞ്ഞാ നീ ഒന്നാമത് അതൊക്കെ അങ്ങ് ഒപ്പിച്ചു. അച്ഛന്റെ മോൻ തന്നെ സാധനം കൊണ്ടുപോയി അടുക്കളയിൽ. താങ്ക് യു ചേ. മോനെ എല്ലാം കിട്ടിയോ നോക്കണേ. 2 ബൗളുണ്ട്, പിന്നെ കത്തി ഉണ്ട് 2 കത്തിയല്ല, മറ്റേ സാധനം വെക്കാനുള്ള സൂനുണ്ട്. സുനെ അല്ല മറ്റേ കോല്, പിന്നെ ചാർക്കോലും ഉണ്ട്. ആ മതി, സെറ്റ്. മോനെ എല്ലാം ഉണ്ട്. ഒരു കട, ഒരു ഡീസന്റ് കട തുടങ്ങാനുള്ള എല്ലാം നിന്റെ കയ്യിലുണ്ട്. എല്ലാം ഉണ്ട് മോനെ ഞാൻ തന്ന റെസിപ്പി ബുക്ക് നിന്റെ കയ്യിലുണ്ടോ? ഓ ഉണ്ട് ഉണ്ട്. എന്നാ അടുക്കളയിലോട്ട് പോയാട്ടെ. നോക്കട്ടെ. റെസിപ്പി മൈമൂന അല്ല മൈമൂന. ഇറച്ചി വേണല്ലോ. മോനെ കുക്ക് ചെയ്യാൻ ഇൻഗ്രീഡിയൻസ് വേണം. ഉണ്ട്, ഉപ്പുമുളകുണ്ട്. ബീരാന്റെ കട തൊട്ടപ്പുറത്തുണ്ട്. ബീരാനും ഞാനും പഴയ ഫ്രണ്ടാണ്. കുറച്ച് ചിക്കനും കുറച്ച് സാധനങ്ങളും അവിടെ പോയി വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വരിക. ഓ ഫ്രഷ് ആവോ? ഫ്രഷ് സാധനം വിൽക്കത്തുള്ളൂ ബീര. പോയിട്ടരാം. മോനെ ബീരാനെ ഒന്ന് സൂക്ഷിച്ചേക്കണേ. അതെന്തിര്? ആള് ഇച്ചിരി കെടുമ്പനാണ്. പോയി നോക്കട്ടെ. മോനെ മീരാനിക്ക അച്ഛൻ പറഞ്ഞായിരുന്നു മോൻ വരുമെന്ന്. എന്താണ് മോന് പുതിയ ഹോട്ടലൊക്കെ തുടങ്ങിയില്ലേ? എന്ത് കൊള്ളാം, കുഴപ്പമില്ല. അച്ഛൻ്റെ കടല്ലേ, നമ്മളിങ്ങനെ എടുത്തു. ഏതാ ഇറച്ചി എടുക്കണ്ടേ? ഈ ബീഫിന്റെ തുട ഇങ്ങോട്ട് എടുക്കട്ടെ ഞാൻ. തൊട വിലക്ക് വെട്ടിയെടുക്കുന്നുണ്ട്. എടുക്ക് മോനെ. ഒന്നത് ഇത് 4 എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തൊട മതിയാ, 2 കൂടെ കയറ്റിയെടുക്ക്. വേണ്ട, കാശ് ഇപ്പൊ തന്നെ വേണം. കാശ് വേണം മോനെ. കട ഇല്ല ഇവിടെ. മോന്റെ അച്ഛനെ കുറച്ച് കാര്യം കടകൾക്ക് പറഞ്ഞു, അതിന്റെ ശേഷം നിർത്തിയതാണ് മോനെ. ആണല്ലേ? ശരി, ഇത് തന്നേക്ക്. എടുത്തോട്ടെ. എടുത്തോ. കിട്ടിയല്ലോ അല്ലേ? ക്രെഡിറ്റ് ആയില്ലോ അല്ലേ? ഓ പൊക്കോട്ടെ. ആരുടെ തൊടാ? അല്ല ഞാൻ മറ്റേ ചിക്കന്റെ തൊടയുടെ കാര്യം, ഇറച്ചിയുടെ മീൻ്റെ പറഞ്ഞായിരുന്നു താൻ ശരിയില്ലെന്ന്. അങ്ങനെയല്ല മോനെ, നല്ല തൊടല്ലേ, നല്ല വേനും ഒരു തൊട എടുത്തോ, ടേസ്റ്റ് ഉണ്ടാവും. ബിരിയാണിക്ക് ബീഫിന്റെ തൊട വെക്കാ മതി, എന്റെ തൊട വെക്കണ്ട കേട്ടാ. ശരി മോനെ. വരണ്ട് ഞാൻ. വരണ നിനക്ക് പോട്ടെന്നാ. ശരി പോട്ടെ. ശരി. മോനെ മോൻ വന്നോ? ചേട് അവനെന്റെ തൊട നോക്കി. ബിരിയാണി ഞാൻ പറഞ്ഞല്ല, അവൻ പണ്ടേ കിടമ്പനാണോ? സത്യം ശരിയല്ല. എന്തെങ്കിലും ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ആളെല്ലാം കിട്ടിയോ മോനെ? 2 അല്ല 1 തൊടയും 4 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. പണ്ടേ തൊടകളാണ് കേട്ടോ. ആണല്ലേ? എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ടെ അടുക്കളയിലോട്ട് കയറിയേക്കും. താങ്ക് യു ചേ. മോനെ റെസിപ്പി ബുക്ക്. റെസിപ്പി സാധനം പറ്റിച്ച വന്നു സാധനം വന്നു വെച്ചാൽ പറ്റിച്ചെന്ന്. അവരെ പോകാൻ കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു കള്ളത്തരം. മോനെ വേണ്ടതെല്ലാം ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, 4 പീസ് ചിക്കനും 1 പീസ് ലെഗും, അല്ല 1 പീസ് തൊടയും. മോനെ എന്താ ഭക്ഷണത്തിനുള്ള സമയമായി. ചിക്കൻ തന്നെ ആദ്യത്തെ കൈ നീട്ട മോന്റെ കയ്യിൽ നിന്ന് ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ചൈരി കയറി. ഞാൻ അവിടെ പോയി അങ്ങ് ഇരിക്കാം. ഞാൻ പോയി സാധനം കൊണ്ട് പെട്ടെന്നായിക്കോട്ടെ. മോനെ റെസിപ്പി നോക്കിയാ ഉണ്ടാക്കാവുള്ളേ. അച്ഛാ സെറ്റ്. നിർത്തിക്കട്ടെ വന്നാലേ. അപ്പൊ ആദ്യം നമുക്ക് എന്താ ഒന്നുമില്ല മോനെ ഉണ്ടാക്കി. കത്തിക്കണം. അടുപ്പത്തിച്ചേട്ടാ. മോനെ ചിക്കൻ കഴിയണ്ടേ? ചിക്കൻ കഴുകുന്ന വേണ്ട, ഫ്രഷ് കഴിയാന്ന് പറഞ്ഞ ബീരാനൊക്കെ അതും പറയാൻ അപ്പുറം പറയാം. മോനൊന്ന് കഴിക്കും. ഓക്കെ. നമ്മ സാധനം ബൗളെടുത്തു. കഴുകി ഫസ്റ്റ് തൊട പിടിച്ചിട്ട് 2 പീസാക്കാം. എന്നിട്ട് ഒരു തൊട എടുത്തിട്ട് അരക്കാൻ വെക്കാം. അരച്ചിട്ട് എന്തിനു കളിക്കുന്നു? വിശക്കുന്നുണ്ടല്ലേ? സാധനം തരാം, അവിടെ ഇരുന്നാ മതി കേട്ടാ.
4 പീസ് കിട്ടും. ഉപ്പ് ഉപ്പ് എങ്ങനെ പാകത്തിന് കുറച്ച് മതിയില്ലേ? ലേശം കൂടുതൽ ഇട്ടോ. ഓ. അത്ര കൊള്ളാം. ഓക്കെ 3 സ്പൂൺ ഉപ്പ്. കുരുമുളക് കൊറേ അധികം ഇട്ടോ. 2 3 ആ എരിവൊക്കെ വേണമല്ലോ. സെറ്റ് ടേക്ക് ചാർക്കോൾ പാക്കേജ്. ഓ പിന്നെ ചാർക്കോളൊന്നും പിടിച്ച് അതിനകത്തിട്ടല്ലേ. അവൻ ഓൾറെഡി ഒരെണ്ണം ഇട്ടല്ലേ, പിന്നെ ഇവര് അച്ഛൻ എന്തെങ്കിലും കൊണ്ട് പറയുന്നതിനെ. ഓക്കെ സെറ്റ്. ഒരെണ്ണം പോരെ? രണ്ട് സൈഡും മുരിക്കാൻ മറക്കല്ലേ. ഓ പോച്ച ഒരെണ്ണം മതി. നല്ല വിശപ്പ്. എന്നോട്ടെ. ആ മുരിഞ്ഞ് ഒരു സൈഡ് മുരിഞ്ഞ് മറിച്ചിട്ട സാധനം റെഡി. പ്ലേറ്റ് എടുക്കട്ടെ. പ്ലേറ്റ് കഴുകണേ മോനെ. തന്നിപ്പിടി. ആ കഴി എന്തായാലും പറഞ്ഞ മോനെ. ഒന്നില്ല നത്തിങ്. ഓക്കെ സാധനം റെഡി. കൊണ്ടുപോവനെ പറയ വെച്ച്. ഇല്ല ഫ്രഷാ, പുതിയ ടേബിളല്ലേ, കുഴപ്പമില്ല. കൊണ്ടുപോവനെ. റെഡി. അയ്യോ കൊറേ നേരം ഇരിക്കുന്നത്. മോനെ വിശന്ന് പണ്ടാരം അടങ്ങി. അച്ഛാ അത് മോന്ത ചോപ്പ്, അച്ഛൻ ഇത് ചോപ്പാണ്. എന്തിന് നല്ല ഫുഡ് മോനെ. അങ്ങോട്ട് നോക്കി തിന്നി. ഇങ്ങോട്ട് എന്താ മോനെ കുനിഞ്ഞിരിക്കുന്നേ? അച്ഛൻ തടറിലോട്ട് കേട്ടിട്ടുണ്ടപ്പോ പേടിച്ച്. അച്ഛനോടെ പോണേ തന്നെ. ഇങ്ങനെയാണോ വഴി? ഇവിടെ വഴിയുണ്ട്. താങ്ക് അച്ഛാ. ഫുഡ് കഴിച്ച ഒരു ഉച്ചമയക്കം അത് നിർബന്ധമാണ്. ആണല്ലേ? മോനെ പ്ലേറ്റ് ഒക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി തിരിച്ചില്ല തന്നെ വെക്കണേ. അടിക്കടിക്ക് വെക്കണം കേട്ടോ. വെച്ചു സെറ്റ്. എന്തിരച്ചാ പരിപാടി? കട പൊന്നു പോലെ നോക്കണം കേട്ടോ. ഓക്കെ നിനക്ക് ബേസിക്സ് എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ക് യു ഡാഡ്. ഇവിടുന്ന് നീ ഉയരങ്ങളിലേക്ക് എത്തണം. ഓ അവിടെ അല്ല മോനെ, നീ എത്തും. താങ്ക് യു മോനെ നീ എത്തും. ഡാഡ്. എന്നാ ശരി മോനെ. പോവല്ലേ അപ്പോ? കട തുറന്നില്ല. അച്ഛനുള്ളിൽ കണ്ണു ചെയ്യണം. മോനും കാണണം ചെയ്യും. ഓക്കെ ഡാഡ്. കൊള്ളാം. ഈ ആൾക്കാരൊക്കെ വരും. വന്നു വന്നു. പോണാ. ശരി മോനെ. ബൈ ഡാഡ്. വരാം. സമയമായേ. ഓക്കെ ഡാഡ് ബൈ. ചേട്ടൻ എന്തിനാണോ ഒരട്ട? അല്ല തിന്നെ. ചേട്ടനും കവല്ലേ എനിക്കറിയാം. നമ്മളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നക്കണാ. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നക്കിയ ഫുഡ് കഴിക്കാവൂ. ചേട്ടന്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. ടിപ്പ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സാർ. പോവല്ലേ? മറ്റാളെന്റെ കാശ് രണ്ടു പോന്നെടാ. മുങ്ങി ടേബിളിലുണ്ടല്ലേ? ഉണ്ടായിരുന്നു. തെറ്റിദ്ധരിച്ചു. സാറൊരു മാന്യാണ് കേട്ടോ. സാറൊരു മാന്യനായിരുന്നു. പോയി ഓടിക്കളഞ്ഞു. അയ്യോ അടുത്ത സാധനം തീർന്നു. അയ്യോ ഒരു പ്ലേറ്റ് ഉള്ളല്ലോ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടാ. കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു സാധനം ആവാനുണ്ട്. ചേട്ടാ വെയിറ്റ് സെറ്റാക്കാൻ ചേട്ടാ. സാധനം ഇത് അടുപ്പത്തുണ്ട്. ചേച്ചിയുടെ പ്ലേറ്റ് ഒന്ന് കഴിയട്ടെ. അറേ ഒരു മിനിറ്റേ ചേട്ടാ. അപ്പുറത്തെ ടേബിളിൽ വേഗം കൊടുത്തില്ല ചേട്ടാ. ചേട്ടാ സാധനം തീർന്നു. അതെ മറിച്ചിടുന്നുണ്ട്. അപ്പൊ ശരിയാവും. പ്ലേറ്റ് എടുക്കുന്നു, തട്ടുന്നു. അത് ഞാൻ വേവത്ത കൊടുന്ന് തരും കേട്ടാ. അതേ ഡയലോടിച്ചാ കേട്ടാ. അങ്ങനെ പറയല്ലേ, തീർന്നു. നമ്മളെ അച്ഛനുള്ള കാലത്തുള്ള കസ്റ്റമർ ആണേ ചേട്ടാ. അച്ഛനോട് അറിയരുത്. സാധനം ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ കരിഞ്ഞു. ചേട്ടാ എന്തെങ്കിലും പറഞ്ഞിരുന്നാ? ഒന്നും പറഞ്ഞില്ല സാർ. സാധനം റെഡി. കഴി
ഓ സൂപ്പർ സാധനം ചേട്ടാ. ഓ അച്ഛന്റെ മോൻ തന്നെ. താങ്ക് സാർ, താങ്ക്. ഹേയ് ഹേയ് സൂപ്പർ സാധനം. ഞാൻ കൊറേ കാലം ഇത് കഴിച്ചിട്ടു. സാറ് താടിമേരിക്കുന്നു. എന്നിട്ട് ഓക്കെ, ലാസ്റ്റ് കസ്റ്റമറും പോയി. സാറ് ഇഷ്ടപ്പെട്ടില്ലോ അല്ലേ? ഓ സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കച്ചവടം തീർന്നു. ക്ലോസ്ഡ്. ഇരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. കച്ചവടം തീർന്നു. അയ്യോ ലൈറ്റ് ഓഫ് ഒക്കെ മറന്നു. ഇതാണ് നമ്മുടെ കഫേ കബാബ് സിമുലേറ്റർ. ഇന്നത്തെ ഉറക്കം കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയും കഴിയും. അല്ല, ഉറക്കം കഴിഞ്ഞിട്ടില്ല. ഉറങ്ങാൻ കിടക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർന്നു. അടുത്ത വീഡിയോ നാളെ വരും. ഇതിൻ്റെ ബാക്കി പുതിയ വിഭവങ്ങളൊക്കെ ആയിട്ട് പെട്ട് റെഡി. എന്തര് കടയിൽ ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നായ ഇയാളൊക്കൊന്നും ഉറക്കല്ലേ? ഇവര് 24 മണിക്കൂറുണ്ട് കേട്ടോ. നമ്മളെ കട മാത്രമേ ഉള്ളൂ 9 മണിക്ക് കിടക്കുന്നത്. 9:45. അപ്പോൾ ഗുഡ് നൈറ്റ്. ഉറങ്ങാൻ പോകണം. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത പുതിയ എന്തെങ്കിലും പുതിയ വിഭവങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ.